ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛൻ എന്തെങ്കിലും തിരിച്ചു വരുമെന്ന് ദേമോട് ചോദിക്കുമ്പോ നെഞ്ചു പൊടിയുന്ന അനുഭവം എനിക്ക്. ആ അപകടം സ്വാഭാവികമായിട്ട് ഉണ്ടായതല്ല, ആരോ കരുതി കൂട്ടി ചെയ്യിച്ചതാ. അപകടത്തെക്കുറിച്ച് എന്റേതായ രീതിയിൽ ഒരു അന്വേഷണം നടത്താൻ എനിക്ക് ആഗ്രഹമുണ്ട്. ജഗ, ഉറങ്ങുമോ? ഏയ് അല്ല. പണം അധ്വാനിച്ചുണ്ടാക്കിയെന്നാ പറയുന്നത്. വിനുവേട്ടൻ ഇവിടുന്ന് പോയിട്ട് അധിക കാലം ആയിട്ടുമില്ല. അതിനു മുമ്പ് ഇത്രയേറെ പണം അധ്വാനിച്ചാ കിട്ടുമോ? ആ പറയുന്നതില് എന്തോ പന്തികേടുണ്ട്. സുചിത്രടുത്ത് പറഞ്ഞതാ സത്യം. വിനുവങ്കിള് പണം മോഷ്ടിച്ചെന്നാണോ വന്ദനമ്മ പറയുന്നത്? പൂടി. പട്ടിണി കിടന്നാലും പണം മോഷ്ടിക്കുന്ന സ്വഭാവമൊന്നും വിനുവേട്ടനില്ല. ദൈവത്തിന് നിരക്കാത്ത ഒരു പ്രവൃത്തിയും ചെയ്യുകയില്ല. എന്നിട്ടും ഇത്രയേറെ പണം. രാജീവ് മേനോന്റെ മരണത്തിന് കാരണക്കാരൻ ഞാനാണെന്ന് ഇപ്പൊ പറഞ്ഞ അത് വലിയ പ്രശ്നമാവും. അച്ഛന്റെ കൊലപാതകി ഞാനാണെന്ന് ദേമോൾ അറിഞ്ഞ അവളുടെ സ്നേഹം എനിക്ക് നഷ്ടപ്പെടും. ജഗ, ജഗ, എന്താലോചിച്ച ഇങ്ങനെ തലപ്പുണ്ണാക്കുന്നേ? അല്ല, അത് പിന്നെ ഞാൻ വിനുവേട്ടന്റെ മനസ്സിനെ കുറിച്ച് ചിന്തിച്ചതാ. സ്വന്തം രക്തത്തിൽ പിറന്ന മക്കള് അച്ഛനും അമ്മയും ചൂഷണം ചെയ്യുമ്പോൾ വിനുവേട്ടൻ അവർക്ക് ആശ്വാസം പകരുന്നു. ആ മനസ്സിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചത്. ആ മനസ്സ് ജഗനും ഉണ്ടായാൽ മതി. സ്വന്തം ആൺമക്കൾക്കില്ലാത്ത സ്നേഹം മരുമകനായ ജഗനുണ്ടായ അതും അവർക്കൊരാശ്വാസമായിരിക്കും. ദേ നോക്ക് ജഗ, ഈ അവസ്ഥയില് അച്ഛനും അമ്മയ്ക്കും ആകെ ഒരു ആശ്വാസം ഞാനാ. ജഗൻ എനിക്ക് സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവണം. കൂടെ ഉണ്ടാവില്ലേ? വന്ദനെ, ഇനി എത്ര നാൾ എനിക്കതിന് സാധിക്കുമെന്നറിയില്ല. ഞാനാണ് രാജീവ് മേനോന്റെ മരണത്തിന് കാരണക്കാരനെന്ന് അറിയുമ്പോൾ നീ എന്നെ വെറുക്കും. നീ മോളെ അനാഥയാക്കിയത്. അങ്കിളെ വാ, അങ്കിളെ വന്ന് കിടക്ക്, ഉറക്കം വരുന്നു. കിടന്നു. രാത്രി സമാധാനമായിട്ട് ഉറങ്ങിയില്ലെങ്കിൽ ആരോഗ്യം പോവൂന്ന ബീന മിസ് പറഞ്ഞത്. ഓ ശരി, സമ്മതിച്ചു. മോളുറങ്ങിക്കോ. മാനത്തെ കൊട്ടാരം